വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിന് ശേഷം ആദ്യമായി സഞ്ജു സാംസൺ ഇല്ലാതെ ഒരു പരമ്പരയ്ക്ക് ഇന്ത്യ ഇറങ്ങുന്നു. സിംബാബ്വേയുമായിട്ടാണ് ഇന്ത്യയുടെ T20 പരമ്പര. 23, 25, 26 തീയതികളിലാണ് സിംബാബ്വേയുമായി ഇന്ത്യ ഏറ്റുമുട്ടുന്നത്. ക്യാപ്റ്റനായി ശ്രേയാസ് അയ്യർ തന്നെയാണ്, വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയുമാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള കഴിഞ്ഞ മത്സരങ്ങളിൽ ഫോം നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ സഞ്ജു സാംസനെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അവിടെ വൈഭവ് സൂര്യവംശിക്ക് അവസരം നൽകിയിരുന്നു. എന്നാൽ സഞ്ജു സാംസന് പകരമെത്തിയ വൈഭവ് സൂര്യവംശിക്കും കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അവസാന മത്സരത്തിൽ സഞ്ജു സാംസനെ കളിപ്പിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ നടക്കാനിരിക്കുന്ന സിംബാബ്വേക്കെതിരെയുള്ള സ്ക്വാഡിൽ പോലും സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഒട്ടനവധി പ്രതിഷേധങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നത്. മുൻകാല ക്രിക്കറ്റർമാർ പലരും പറഞ്ഞു വെച്ചത് വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിനുവേണ്ടി സഞ്ജു സാംസനെ പോലത്തെ വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുത്ത വേൾഡ് കപ്പിന്റെ ഹീറോയായ സഞ്ജു സാംസനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല അത് നൽകേണ്ടത് എന്നാണ് ശ്രീകാന്തിനെ പോലെ, അശ്വിനെ പോലത്തെ മുൻകാല ക്രിക്കറ്റർമാർ പറഞ്ഞത്. ഇന്ത്യൻ ആരാധകർക്കിടയിലും വലിയ പ്രതിഷേധങ്ങളാണ് സഞ്ജു സാംസനെ മാറ്റി നിർത്തിയതിലൂടെ ഉണ്ടായിരിക്കുന്നത്. പുതിയ പരമ്പരയ്ക്ക് പുതിയ ടീമുമായി ഇന്ത്യ ഇറങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷിക്കാൻ വയ്യ എന്ന് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ കരുതുന്നത്. കാരണം അയർലൻഡുമായി 2-0 പരാജയപ്പെട്ടു, ഇംഗ്ലണ്ടുമായി 4-0 പരാജയപ്പെട്ടു. ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും ഓപ്പൺ ചെയ്യുമ്പോൾ മധ്യനിരയിൽ ക്യാപ്റ്റൻ ശ്രേയാസ് അയ്യരും തിലക് വർമ്മയും ഇഷാൻ കിഷനുമായിരിക്കും നേതൃത്വം വഹിക്കുക. ഫിനിഷിങ്ങിൽ റിങ്കു സിംഗും ശിവം ദൂബെയുമായിരിക്കും നിലവിലെ സ്ക്വാഡിൽ നിന്ന് 11-ലെത്താൻ സാധ്യതയുള്ളത്. ബൗളിംഗ് നിര തീർത്തും പുതുനിരയാണ്. അതിൽ ഏറെ പ്രതീക്ഷയുള്ളത് പ്രിൻസ് യാദവിൽ തന്നെയാണ്. വേഗതയുടെ സുൽത്താൻ മായങ്ക് യാദവും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ പേസ് ബൗളർമാരായി അശോക് ശർമ്മയും യാഷ് താക്കൂറുമുണ്ട്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ടുള്ളത് രവി ബിഷ്ണോയാണ്. മറ്റൊരു സ്പിൻ ബൗളർ ഹർഷ് ദൂബെയുമാണ്. ഓൾറൗണ്ടർമാരായിട്ടുള്ളത് ശിവം ദൂബെയും സൂര്യൻ ഷഡ്ഗയുമാണ്. ബൗളിംഗ് നിരയിൽ നിന്ന് 11-ൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുള്ളത് പ്രിൻസ് യാദവ്, മായങ്ക് യാദവ്, യാഷ് താക്കൂർ, രവി ബിഷ്ണോയ് എന്നിവരാണ്. ഇഷാൻ കിഷന് പുറമെ വിക്കറ്റ് കീപ്പറായി മറ്റൊരു ബാറ്റർ ഉള്ളത് പ്രഭ് സിമ്രാൻ സിംഗ് ആണ്. പക്ഷേ ആദ്യ 11-ൽ അവസരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ച് സിംബാബ്വേയിലെ മത്സരങ്ങൾ അനുകൂല ഘടകമാണ്. കഴിഞ്ഞ അണ്ടർ-19 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ 175 അടിച്ചത് സിംബാബ്വേയിലെ ഹരാരയിലാണ്. അതേ ഹരാരയിൽ വെച്ച് തന്നെയാണ് ഇന്ത്യ T20 3 മത്സരങ്ങളും കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ച് തിളങ്ങാൻ കഴിയും എന്ന് തന്നെയാണ് ടീം മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പരമ്പര ശ്രേയാസ് അയ്യർക്ക് വളരെ നിർണായകമാണ്. വളരെ കാലത്തിന് ശേഷം ടീമിൽ ഇടം പിടിക്കുകയും ക്യാപ്റ്റനായി തിരിച്ചെത്തുകയും ചെയ്ത ശ്രേയാസ് അയ്യർക്ക് ഒരു മത്സരം പോലും ഇന്ത്യയെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മത്സരങ്ങളെല്ലാം പരമ്പര നഷ്ടത്തിലൂടെ ഇന്ത്യ റാങ്കിങ്ങിലും പിറകോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ശ്രേയാസ് അയ്യർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ക്യാപ്റ്റൻസി സംരക്ഷിക്കുന്നതിനപ്പുറം അഭിമാന പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ പരമ്പര എന്നതിൽ യാതൊരു തർക്കവുമില്ല. സത്യത്തിൽ കളിച്ച പരമ്പരകളിലെല്ലാം പൊതുനിരക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തന്നെയാണ്, പ്രത്യേകിച്ച് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പുതുമുഖങ്ങളായിരുന്നു. എങ്കിൽ പോലും എല്ലാ മത്സരങ്ങളും പരാജയപ്പെട്ടതിന് യാതൊരു ന്യായവും പറയാനില്ല. എന്നാൽ വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ നിലവിൽ സിംബാബ്വേയുമായിട്ടുള്ള പരമ്പര വിജയത്തോടെ തുടങ്ങാനാണ് ഇന്ത്യൻ ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പരാജയങ്ങളെല്ലാം മറന്നുകൊണ്ട് ടീം വർക്കിലൂടെ വിജയത്തോടെ തുടങ്ങാൻ ആഗ്രഹിച്ച് 23-ന് ഹരാരയിൽ ഇന്ത്യ ഇറങ്ങുന്നു സിംബാബ്വേക്കെതിരെ. വിജയത്തോടെ തുടങ്ങാൻ ടീം ഇന്ത്യക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.